राम हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुगात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം മൂന്നാമത്തെ അധ്യായം. മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 13 മുതൽ 17 വരെ വായിക്കാം. കഥം സുതായാ പിതൃഗേഹ കൗതുകം നിശമ്യദേഹ സുരവർയനേങ്കതേ അനാഹുതാപ്യഭിയന്തി സൗഹൃദം ഭർത്തുർഗുരോ ദേഹ കൃതശ്ച കേതനം തന്മേ പ്രസീദേത് ഇദമർത്യവാഞ്ചിതം കർത്തും ഭവാൻ കാരുണികോ വദാർഹതി. ത്വയാത്മനോർധേ അഹം അദഭ്രചക്ഷുഷാ നിരൂപിതാമാനുഗ്രഹാണ യാചിതാ. ഋഷിരുവാച ഏവം ഗിരിത്ര പ്രിയയാഭിഭാഷിത പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത്പ്രിയ സംസ്മാരിതോ മർമ്മ വിദഗ്ധുവാഗിഷൂൻ യാനാഹ കോവിശ്ച സൃജാം സമക്ഷത. ശ്രീഭഗവാനുവാച ത്വയോദിതം ശോഭനമേവ ശോഭനെ അനാഹുതാപ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുത്പാദിതദോഷദൃഷ്ടയോ ബലീയസാനാജ്ഞമദേന മന്യുനാ. വിദ്യാതപോ വിത്തവ പൂർവയകുലൈ സദാം ഗുണൈഷഡ്ഭിരസത്തമേതരൈ സ്മൃതോ ഹതായാം മൃതമാനദുർദർശ സ്തബ്ധാന പശ്യന്തി ഹി ധാമ ഭൂയസാം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. യമുന മാതാജി വായിച്ചോ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാജ്ഞനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം പുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ്
സ്കന്ധം 4:1, അധ്യായം 3. മഹാദേവനും സതിയും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 13. കഥം സുതായാ പിതൃഗേഹ കൗതുകം നിശമ്യ ദേഹാസുരവര്യനേംഗതി അനാഹുത അപ്യഭിയന്തി സൗഹൃദം ഭർത്തുർദേഹ കൃതച്ഛേദനം. വിവർത്തനം. ഓ ദേവന്മാരിൽ പ്രമുഖനായവനെ, സ്വന്തം പിതാവിന്റെ ഭവനത്തിൽ ഒരു ഉത്സവ ചടങ്ങ് നടക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ ഒരു പുത്രിയുടെ ശരീരം എങ്ങനെയാണ് അസ്വസ്ഥമാകാതിരിക്കുക? ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ലെന്ന് അങ്ങ് പരിഗണിച്ചേക്കാം. ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു വ്യക്തി തന്റെ മിത്രത്തിന്റെയോ ഭർത്താവിന്റെയോ ആത്മീയ ഗുരുവിന്റെയോ പിതാവിന്റെയോ ഭവനത്തിൽ പോകുന്നതിൽ ദോഷമില്ല. ശ്ലോകം 14. തന്മേ പ്രസീദേതമർത്യ വാഞ്ചിതം കർത്തും ഭവാൻ കാരുണികോപദാർഹതി ത്വയാത്മനോർത്ഥേ അഹമാദ ചക്ഷുഷാ നിരൂപിതാമാന്യ ഗൃഹാണയാചിതഃ. ഓ മരണമില്ലാത്ത ശിവനെ, എന്നോട് കരുണ കാട്ടുകയും എൻ്റെ ആഗ്രഹം സഫലമാക്കുകയും ചെയ്യണമേ. എൻ്റെ പാതിമേയും സ്വീകരിച്ചവനാണങ്ങ്. ആകയാൽ എന്നോട് ദയ കാട്ടുകയും എൻ്റെ അഭ്യർത്ഥന അംഗീകരിക്കുകയും ചെയ്യണം. ശ്ലോകം 15. ഋഷിരുവാച ഏവം ഗിരിത്ര പ്രിയയാഭിഭാഷിതഃ പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത്പ്രിയഃ സംസ്മാരിതോ മർമ്മ വിദ കുവാഗിഷുൻ യാനാഹകോ വിശ്വ സൃജാം സമക്ഷതഃ. മഹാമുനി മൈത്രേയൻ പറഞ്ഞു, അപ്രകാരം സ്വപത്നിയാൽ അഭിസംബോധന ചെയ്യപ്പെട്ടപ്പോൾ കൈലാസ പർവ്വതത്തിന്റെ വിമോചകനായ മഹാദേവൻ ലോകകാര്യങ്ങളുടെ മാർഗനിർദ്ദേശികളുടെ മുന്നിൽ വെച്ച് ദക്ഷൻ പറഞ്ഞ പരുഷവും ഹൃദയഭേദകവുമായ വാക്കുകൾ സ്മരിച്ചെങ്കിലും മന്ദഹാസപൂർവം മറുപടി പറഞ്ഞു. ശ്ലോകം 16. ശ്രീ ഭഗവാനുവാച ത്വയോദിതം ശോഭനമേവ ശോഭനെ അനാഹുതാ അപ്യഭിയന്തി ബന്ധുഷു തേയത്യനുത്പാദിതദോഷദൃഷ്ടയോ ബലീയ സാനാത്മ്യമതേന മന്യുനാ. മഹാദേവൻ മറുപടി പറഞ്ഞു, സുന്ദരിയായ എൻ്റെ പ്രിയപ്പെട്ട പത്നി, ഒരുവന് ഒരു സുഹൃത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ പോകാമെന്ന് നീ പറഞ്ഞു. അത് ശരിയാണ്. അത്തരം ഒരു സുഹൃത്ത് അതിഥിയെ ശാരീരികമായ വ്യക്തിത്വം കൊണ്ട് തിരിച്ചറിയുന്നതിനാൽ അവന്റെ ആഗമനത്തിൽ അപരാധം കാണുകയോ അവന്റെ നേർക്ക് കോപിക്കുകയോ ചെയ്യില്ല. ശ്ലോകം 17. വിദ്യാതപോ വിത്തവ പൂർവയ കുലൈഹ സദാംഗുണൈഹ ഷഡ്ഭിരസത്തമേതരൈഹ സ്മൃതൗ ഹൃദായാം വൃതമാന ദുർദൃശഃ സ്തപ്താന പശ്യന്തി ഹി ധാമ ഭൂയസാം. വിവർത്തനം. വിദ്യാഭ്യാസം, തപസ്, സമ്പത്ത്, സൗന്ദര്യം, യൗവനം, പാരമ്പര്യം എന്നീ ഷഡ്ഗുണങ്ങൾ ഉന്നതമായ ഉണർവുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അവ നേടിയതിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ അന്ധരായി തീരുകയും സുബോധം നഷ്ടപ്പെടുന്ന അവർക്ക് മഹാത്മാക്കളുടെ മഹത്വങ്ങൾ വിവേചിച്ചറിയാൻ കഴിയാതാവുകയും ചെയ്യും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു യമുന മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ കൈലാസത്തിൽ ഇരിക്കുന്ന സമയത്ത് സതീദേവിയും മഹാദേവനും ദക്ഷൻ നടത്തുന്ന യാഗത്തിലേക്ക് വിമാനത്തിൽ പോകുന്ന മുനിമാരെയും അവരുടെ പത്നിമാരെയും ദേവന്മാരെയും അവരുടെ പത്നിമാരെയും കാണുന്നുണ്ടായിരുന്നു. സതീദേവിക്ക് ഇത് കണ്ട സമയത്ത് തന്റെ പിതാവ് നടത്തുന്ന യജ്ഞമാണ്, ബൃഹസ്പതി സവം എന്ന പേരിൽ ദക്ഷൻ നടത്തുന്ന യജ്ഞത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേവന്മാരും മഹർഷിമാരും അവരുടെ പത്നിമാരുമെല്ലാം വിമാനത്തിൽ കൂട്ടമായിട്ട് ആകാശത്ത് നിറച്ച് വിമാനങ്ങളെ അവർ കാണുന്നുണ്ട് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ 12ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ
വായിച്ചിട്ടുണ്ടായിരുന്നു. നഭോവിമാനൈ കളഹംസ പാണ്ഡുഭി, വിമാനത്തിന്റെ നിറവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെളുത്ത നിറത്തിലുള്ള വിമാനത്തിലാണ് അവര് പോകുന്നത്. ആകാശം നിറച്ച് അരയന്നങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് പറന്നു പോകുന്നത് പോലെ വെളുത്ത നിറത്തിലുള്ള വിമാനങ്ങൾ സതീദേവി കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് ആ യജ്ഞം വലിയ ഉത്സവമായിട്ടാണ് നടക്കുന്നത്. ആ യജ്ഞോത്സവത്തിന് പോയി കഴിഞ്ഞാൽ തൻ്റെ പിതാവിനെ കാണാം, തൻ്റെ മാതാവിനെ കാണാം, മാതാവിൻ്റെ സഹോദരിമാരെ കാണാം, അവരുടെ മക്കളെയും അവരുടെ ഭർത്താക്കന്മാരെയും, തൻ്റെ സഹോദരിമാരെയും അവരുടെ ഭർത്താക്കന്മാരെയും എല്ലാം കാണാൻ സാധിക്കും. ഒരുപാട് നാളായിട്ട് അവരെയൊക്കെ താൻ കണ്ടിട്ടില്ല. അവരെയൊക്കെ കണ്ട് സംസാരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർ ഭർത്താക്കന്മാരുടെ കൂടെ വരുന്നത് പോലെ തനിക്കും തൻ്റെ ഭർത്താവായിട്ടുള്ള മഹാദേവന്റെ കൂടെ അവിടേക്ക് പോകണമെന്ന് സതിയുടെ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം സതീദേവി പ്രകടിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അങ്ങ് നോക്കൂ, എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഇങ്ങനെയുള്ള വിമാനത്തിൽ കയറി പോകുന്നത് നോക്കൂ, ആകാശത്തേക്ക് നോക്കൂ, ഒരുപാട് വിമാനങ്ങൾ ആ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അങ്ങ് കാണുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ തനിക്കും അങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം സതീദേവി പറയുകയാണ്. അതിന്റെ മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് പോകാം എന്നാണ് സതീദേവി വിനയപൂർവം മഹാദേവനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, കഥം സുധായ പിതൃഗേഹ കൗതുകം നിശമ്യദേഹ സുരവര്യനേകതേ അനാഹുതാപ്യഭിയന്തി സൗഹൃദം ഭർത്തുർ ഗുരോ ദേഹ കൃതശ്ചേതനം. അതിന് പോകാൻ വേണ്ടിയിട്ട് മഹാദേവൻ പറയും. എന്തു പറയും? നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്ന് മഹാദേവൻ പറയുമെന്നറിയാം. അതുകൊണ്ട് സതീദേവി നേരത്തെ പറഞ്ഞു, വിളിക്കാതെയാണെങ്കിലും നമ്മൾക്ക് ആരുടെയൊക്കെ വീട്ടിൽ പോകാം? ഭർത്താവിന്റെയും ഗുരുവിന്റെയും അതേപോലെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടിൽ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛൻ്റെ അടുത്ത് പോകുന്നതിന് എന്തിനാണ് അച്ഛൻ വിളിക്കുന്നത്? വിളിക്കാതെ തന്നെ നമ്മൾക്ക് പോകാം. സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നതിന് എന്തിനാണ് വിളിക്കുന്നത്? വിളിക്കാതെ തന്നെ നമ്മൾക്ക് പോകാം. ബന്ധുവിന്റെ വീട്ടിലും ഗുരുവിന്റെ അടുത്തും നമ്മൾക്ക് വിളിക്കാതെ തന്നെ പോകാം എന്നുള്ളൊരു ന്യായം, ശാസ്ത്രപ്രകാരമുള്ള ന്യായമാണ് സതീദേവി പറഞ്ഞിട്ടുള്ളത്. അതിന് യാതൊരു തടസ്സവും ഉണ്ടാവാൻ സാധ്യതയില്ല. മഹാദേവൻ അങ്ങനെ തടസ്സം പറയാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞ് സതീദേവി പറയുകയാണ്. അങ്ങനെ പോകുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഒരു വ്യക്തി തന്റെ മിത്രത്തിന്റെയോ ഭർത്താവിന്റെയോ ആത്മീയ ഗുരുവിന്റെയോ പിതാവിന്റെയോ ഭവനത്തിൽ പോകുന്നതിൽ ദോഷമില്ല എന്ന് സതീദേവി പറഞ്ഞു. അനാഹുത അപ്യഭിയന്തി സൗഹൃദം. അനാഹുത, വിളിച്ചിട്ടില്ലെങ്കിൽ പോലും പോകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അവിടെ ദക്ഷന്റെ അടുത്ത്, പിതാവിന്റെ അടുത്ത് ഈ യജ്ഞത്തിൽ പങ്കെടുക്കാൻ പോകാൻ വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കണം എന്നാണ് ഇവിടെ സതീദേവി 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തന്മേ പ്രസീതേ ഇതമർത്യവാഞ്ചിതം. ഇതാണ് എൻ്റെ ആഗ്രഹം എന്ന് ഓപ്പണായിട്ട് സതീദേവി പറഞ്ഞു. ആഗ്രഹം എന്താണോ ആഗ്രഹം അത് തുറന്ന് മഹാദേവനോട് പറഞ്ഞു. കർത്തും ഭവാൻ കാരുണികോ ബദാർഹതി. അങ്ങ് എന്നോട് കാരുണ്യം കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. കാരണം എന്താണ്? ഞാൻ അങ്ങയുടെ അർദ്ധാംഗിനിയാണ്. ത്വയാത്മനോ അർദ്ധേ അഹം. ഞാൻ അങ്ങയുടെ പകുതി ഭാഗമാണ്. ഭാര്യ ഭർത്താവിന്റെ സഹധർമ്മിണിയാണ്, അതേപോലെ അർദ്ധാംഗിനിയാണ് എന്നൊക്കെ പറയും. കാരണം എന്താണ്? അവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്. രണ്ടുപേരും ചേർന്നിട്ടാണ് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. ഭഗവാന്റെ സേവനമായാലും വീടുകളിലെ കാര്യമായാലും രണ്ടുപേരും പകുതി പകുതിയായിട്ടാണ് ഷെയർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ പകുതിയാണ് ഭാര്യ, അല്ലെങ്കിൽ ഭാര്യയുടെ പകുതിയാണ് ഭർത്താവ് എന്ന് പറയും. ഞാൻ അങ്ങയുടെ അർദ്ധാംഗിനിയാണ്, അങ്ങയുടെ അർദ്ധമാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അങ്ങയുടെ ആഗ്രഹമായിട്ട് അങ്ങ് സ്വീകരിക്കണം എന്നാണ് ഇവിടെ സതീദേവി അപേക്ഷിക്കുന്നത്. അപ്പൊ അതിന് മറുപടി പറയുന്നതാണ് 15ാമത്തെ ശ്ലോകം മുതൽ. എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? മഹാദേവൻ എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നു. മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നു.
സതീദേവിയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ മഹാദേവൻ എന്താണ് ഓർമ്മ വന്നത് എന്ന് 15ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ദക്ഷനെ കുറിച്ച് കേട്ട സമയത്ത് നേരത്തെ മുൻപുണ്ടായിട്ടുള്ള ആ സംഭവം, യജ്ഞവേദിയിൽ വെച്ച് നടന്ന സംഭവം മഹാദേവൻ ഓർമ്മ വന്നു എന്നാണ് പറയുന്നത്. ദക്ഷൻ മഹാദേവനെ വളരെ മോശമായിട്ട് അപമാനിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം മഹാദേവന് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾക്കും അങ്ങനെയാണ്. ഒരു വ്യക്തി നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ആ മോശം പെരുമാറ്റമാണ് നമ്മൾ ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിൽ പെട്ടെന്ന് ഓർക്കുക. ആ വ്യക്തിയെക്കുറിച്ച് പിന്നീട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾക്ക് ഓർമ്മ വരുന്നത് നമ്മളെ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ കാര്യമാണ് നമ്മൾക്ക് ആദ്യം ഓർമ്മ വരിക. അതൊരു മനഃശാസ്ത്രമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. മാത്രമല്ല, മഹാദേവൻ ത്രിമൂർത്തികളിൽ ഒരു വ്യക്തിയായിട്ട് പോലും, മുക്താത്മാവായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ മനസ്സിൽ ആ ഒരു അപമാനിക്കപ്പെട്ട കാര്യം ഓർമ്മിച്ചു വയ്ക്കുന്നത്? അതെ, എന്തുകൊണ്ടാണ് മഹാദേവനെ ഇത്രയും ബാധിച്ചത് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ. ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ മഹാരാജന്റെ കോട്ടിംഗ് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്. മഹാദേവൻ ആത്മാരാമനാണെങ്കിൽ പോലും എപ്പോഴും മഹാദേവൻ ഡീൽ ചെയ്യുന്നത്, മഹാദേവൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തമോ ഗുണത്തിലാണ്. തമോ ഗുണത്തിനെയാണ് മഹാദേവൻ നിയന്ത്രിക്കുന്നത്. മഹാദേവൻ പ്രവർത്തിക്കുന്നത് തമോ ഗുണത്തിലല്ല, മഹാദേവൻ നിയന്ത്രിക്കുന്നത് എപ്പോഴും തമോ ഗുണത്തിനെയാണ്. അതുകൊണ്ട് ആ തമോ ഗുണത്തിന്റെ ബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. തമോ ഗുണത്തിന്റെ ബാധ കൊണ്ട് ഭൗതികമായിട്ടുള്ള ഇത്തരം മാനാപമാനങ്ങളൊക്കെ ചില സമയത്ത് മഹാദേവനെ ബാധിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് മഹാദേവൻ പെട്ടെന്ന് തന്നെ അപമാനിച്ച കാര്യം, ദക്ഷൻ അപമാനിച്ച കാര്യം ഓർത്തു. അതാണ് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഓർമ്മ വന്നെങ്കിൽ പോലും മഹാദേവൻ അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിച്ചില്ല. തന്റെ ഇഷ്ടപ്പെട്ട പത്നിയോട് ചിരിച്ചുകൊണ്ടാണ് മഹാദേവൻ മറുപടി പറഞ്ഞത്. മന്ദഹാസപൂർവമാണ് മറുപടി പറഞ്ഞത് എന്നുള്ള കാര്യം പറയുന്നു. ഏവം ഗിരിത്ര പ്രിയയാഭിഭാഷിത പ്രത്യഭ്യദത്ത പ്രഹസൻ സുഹൃത് പ്രിയ. ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണ് മഹാദേവൻ പറഞ്ഞത് എന്നാണ് 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുതാഭ്യഭിയന്തി ബന്ധുഷു. നീ പറഞ്ഞിട്ടുള്ള കാര്യം ശോഭനെ, മനോഹരിയായിട്ടുള്ള പത്നി, നീ പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാണ്. ത്വയോദിതം, നിന്നാൽ പറയപ്പെട്ടിട്ടുള്ളത് ശോഭനമാണ്, സത്യമാണ്, ശരിയാണ്. എന്താണ് നീ പറഞ്ഞിട്ടുള്ളത്? അനാഹുത അഭ്യഭിയന്തി ബന്ധുഷു. ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നതിന് വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് നീ പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം മഹാദേവൻ അവിടെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ ബന്ധുക്കളുടെ വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഗുരുവിന്റെ അടുത്തോ അല്ലെങ്കിൽ പിതാവിന്റെ അടുത്തോ വിളിക്കാതെ തന്നെ പോകാം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയും. അവര് സന്തോഷപൂർവ്വം നമ്മളെ സ്വീകരിക്കും. അതുകൊണ്ടാണ് അവിടെ വിളിക്കാതെയും പോകാം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ സുഹൃത്തിന്റെയോ നമ്മുടെ ബന്ധുവിന്റെയോ പിതാവിന്റെയോ ഗുരുവിന്റെയോ അടുത്ത് പോകുന്ന സമയത്ത് അവർക്ക് വലിയ സന്തോഷമായിരിക്കും. വിളിക്കാതെ പോവുകയാണെങ്കിലും അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവര് നമ്മളെ പെട്ടെന്ന് തിരിച്ചറിയുകയും സന്തോഷപൂർവ്വം നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ അങ്ങനെ പോകുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അവസ്ഥ വ്യത്യസ്തമാണ്. ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം മഹാദേവൻ അറിയാം. കാരണം മഹാദേവന് അനുഭവമുണ്ട്. ദക്ഷന്റെ അടുത്തുനിന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മഹാദേവൻ പറയുന്നത്, സാധാരണഗതിയിൽ ബന്ധുക്കളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർ നിന്നെ അല്ലെങ്കിൽ നമ്മളെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. പക്ഷെ ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് എന്ന് പറയും. എന്താണ് ദക്ഷനെ ഇങ്ങനെ ശത്രുതാപരമായിട്ട്
പെരുമാറാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ള കാര്യം, ആ ദക്ഷന് എന്താണ് പറ്റിയത് എന്നുള്ള കാര്യം 17ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വിദ്യാതപോവിത്ത വപുർ വയക്കുലൈ സദാം ഗുണൈ ഷഡ്ബിർ അസത്തമ ഇതരൈ. 6 ഗുണങ്ങൾ ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, തപസ്, സമ്പത്ത്, സൗന്ദര്യം, യൗവനം, പാരമ്പര്യം, അതായത് കുലമഹിമ. ഈ 6 ഗുണങ്ങൾ ഒരു വ്യക്തിക്ക്, സാധാരണ വ്യക്തിക്ക് ഉണ്ടാകുന്നതല്ല. ഉയർന്ന നിലവാരത്തിലുള്ള വ്യക്തിക്കാണ് ഈ 6 ഗുണങ്ങൾ ഉണ്ടാകുന്നത്. സത്തുക്കൾക്കാണ് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സത്വികന്മാരായിട്ടുള്ള ആളുകൾക്കാണ് ഈ 6 ഗുണങ്ങൾ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം, തപസ്, സമ്പത്ത്, സൗന്ദര്യം, യൗവനം, കുലമഹിമ. ഇതൊക്കെ സമൂഹത്തിൽ അല്ലെങ്കിൽ ബോധത്തിൽ ഉയർന്ന വ്യക്തികൾക്കുള്ള ഗുണങ്ങളാണ് എന്ന് പറയും. പക്ഷെ എന്താണ് പ്രശ്നം? അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബോധത്തിനെ ഈ ഗുണങ്ങളൊക്കെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാക്കും എന്ന് പറയും. അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് വിദ്യാഭ്യാസം, തപസ്, സമ്പത്ത്, സൗന്ദര്യം, യൗവനം, കുലമഹിമ ഇതിലേതെങ്കിലും ഒന്ന് കൂടുതലായിട്ടുള്ളത്. അത് ആ വ്യക്തിയുടെ ബോധത്തിനെ തന്നെ ഇല്ലാതാക്കും എന്നാണ് ഇവിടെ മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. സ്മൃതോഹതായാം മൃതമാന ദുർദർശ. അഹങ്കാരിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തി മതിമറന്നു പോകും. ആ വ്യക്തിയുടെ സുബോധം നഷ്ടപ്പെടും. അതാണ് ദക്ഷന് സംഭവിച്ചിട്ടുള്ളത്. തദ്ധാന പശ്യന്തിഹി ധാമഭൂയതാം. അങ്ങനെ നമ്മുടെ ബോധം നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? മറ്റുള്ള ഉയർന്ന വ്യക്തികളുടെ ഗുണഗണങ്ങൾ, അവരുടെ മഹത്വം, മറ്റുള്ളവരുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. ഞാൻ തന്നെയാണ് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി എന്നുള്ളൊരു തോന്നലുണ്ടാകും. കുറച്ച് എഡ്യൂക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, മെറ്റീരിയൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, വിദ്യ, തപസ്, കുറച്ച് നമ്മൾക്ക് തപശ്ചര്യ ഉണ്ടെങ്കിൽ, അതേപോലെ സമ്പത്തുണ്ടെങ്കിൽ, സൗന്ദര്യമുണ്ടെങ്കിൽ, യൗവനമുണ്ടെങ്കിൽ, നമ്മൾ നല്ല കുടുംബത്തിലാണ് പിറന്നതെങ്കിൽ അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. ആ അഹങ്കാരം നമ്മുടെ സുബോധത്തെ നഷ്ടപ്പെടുത്തുകയും മറ്റുള്ളവരുടെ മഹത്വം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും എന്ന് പറയും. സുബോധം നഷ്ടപ്പെട്ട അവർക്ക് മഹാത്മാക്കളുടെ മഹത്വങ്ങൾ വിവേചിച്ചറിയാൻ കഴിയാതാവുകയും ചെയ്യും എന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ദക്ഷന് സംഭവിച്ചിട്ടുള്ളത്. ദക്ഷൻ വളരെ എക്സ്പേർട്ടാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ വളരെ നൈപുണ്യമുള്ള വ്യക്തിയാണ് ദക്ഷൻ. മാത്രമല്ല ബ്രഹ്മാവ് പ്രജാപതികളിൽ മുഖ്യനായിട്ട് ദക്ഷനെ അവരോധിക്കുകയും ചെയ്തു. അതിൽ ദക്ഷന്റെ അഹങ്കാരം വർദ്ധിച്ചു. ആ അഹങ്കാരം വർദ്ധിച്ചതോടുകൂടി എനിക്ക് ഉപരിയായിട്ട് ആരുമില്ല, ഞാനാണ് ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ ഞാനാണ് ഏറ്റവും ഭൗതിക ലോകത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തി എന്നുള്ള ഒരു ചിന്ത ദക്ഷനുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം അത്ര ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വ്യക്തിയല്ല. അഢ്യോ അഭിജനമാനസ്മി എന്ന് ഭഗവത്ഗീതയിൽ ഈ ഒരു സൈക്കോളജിയെ കുറിച്ച്, ആസുരികമായിട്ടുള്ള സൈക്കോളജിയെ കുറിച്ച് പറയുന്നു. ആസുരിക ഭാവം ഒരു വ്യക്തിയിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അഢ്യോ അഭിജനവാനസ്മി, എനിക്ക് ഉയർന്ന ക്വാളിറ്റീസ് ആണുള്ളത്, ഉയർന്ന ഗുണങ്ങളാണുള്ളത്, എൻ്റെ സുഹൃത്തുക്കളും അങ്ങനെയുള്ളവരായിരിക്കണം, മറ്റുള്ളവരെ ഒന്നും ഞാൻ പരിഗണിക്കുകയില്ല എന്നുള്ള ഒരു ചിന്താഗതി ആസുരികമായിട്ടുള്ള സ്വഭാവമാണ് എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ആസുരം ഭാവം ആശ്രിത. ആസുരിക സ്വഭാവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജ്ഞാനം നഷ്ടപ്പെടും എന്ന് പറയുന്നു. മായ അപഹൃത ജ്ഞാന ആസുരം ഭാവം ആശ്രിത. ആസുരഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടും എന്ന് അവിടെ പറയുന്നുണ്ട്. ആ ജ്ഞാനം നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാവേ ദക്ഷന് മറ്റുള്ളവരെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവരുടെ ഗുണങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിൽ നീ അങ്ങോട്ട് പോകേണ്ടതില്ല എന്നാണ് ഇവിടെ മഹാദേവൻ സൂചിപ്പിക്കുന്നത്. മറ്റു കാരണങ്ങളും മഹാദേവൻ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമം ജപിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. അഞ്ജലി ആൻഡ് ആരതി മതച്ച് ജപിച്ചു.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा